വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്താലോ? സംഭവം ആകുമെന്നൊന്നും അത്ര ഒരു പിടിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഒരു സാധനം കാണിച്ചു. ഇതാണ് പെയിന്റ്. എനിക്ക് ഒരാള് ഗിഫ്റ്റ് തന്നതായിരുന്നു പിറന്നാളിന്. ഇത് എൻ്റെ പിറന്നാളിന് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. മിസിന്നാണ്. അവൾ എൻ്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഈ പെയിൻറ്. പിന്നെ ഇത് ഞാൻ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാൻ സബ്ജിയിലെല്ലാം പോയി. അപ്പോൾ നമുക്ക് ചെയ്താലോ? അപ്പോൾ നമ്മൾ ഇന്നൊരു ഡാസ്ലറിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ അല്ല, ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിന്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. എനിക്ക് അധികം ഒരു അത്ര വല്ല പിടിയില്ലെങ്കിലും നമുക്ക് ആവുന്ന പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ള പെയിൻറ് ഫസ്റ്റ് നമുക്ക് ഈ ബോർഡർ ഒന്ന് അടിച്ചു നോക്കാം. നമ്മൾ വെള്ള പെയിൻറ്, പിന്നെ വെള്ള പെയിന്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തും ഉണ്ട്, പക്ഷെ അത് കൈമിലായാൽ പോവില്ല. ഇത് വാട്ടർ കളറല്ല, ഫാബ്രിക് പെയിൻ്റ് ഇല്ല. അപ്പോൾ കൈമിലായ വേമ്പോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കും. ഫസ്റ്റ് നമ്മൾ ആ മുമ്പിലത്തെ പോർഷൻ തന്നെ ഒന്ന് കവറാക്കി എടുക്കാം. ഇത് പക്ഷേ ഒരിക്കൽ അടിച്ചു കൊടുത്ത് ഇതിനെ കലയുണ്ടാവുണ്ട. അപ്പം നമ്മൾ ചിലപ്പോൾ രണ്ടോട്ടം അടിച്ചു കൊടുക്കേണ്ടി വരും. ഒരു കുഞ്ഞ് ഫ്ലവർ പോട്ട് പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആവുമെന്ന് അത്ര വലിയ പിടിയൊന്നും ഇല്ല. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാമല്ലോ. ശ്രമിച്ചാൽ വിജയം നമുക്ക്. ഓയ് ഓയ് പച്ചവെള്ള പൈസ ഒരുത്തരം പച്ചവെള്ളം വേണം പോലും കുടിക്കാൻ. വടക്ക് വെള്ള പൊട്ടാത് കുറച്ച് പണിയെടുക്കും. നമുക്കിത് ഫുൾ അടിച്ചു തീർക്കാം. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്കിത് ഇതിൻ്റെ ഇത് കണ്ട ഈ ഭാഗം ഇടി അടിക്കണം, പിന്നെ താഴെ അടിക്കണം. ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി ഇടി അടിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കൈമ ഫുള്ളാവും. ഇപ്പം തന്നെ കുറച്ചെല്ലാം കൈമിലായി. അപ്പം നമുക്ക് ഉണക്കാൻ വെക്കാം. കുടിക്കൊന്നുമില്ല, നമുക്കിത് ഉണക്കാൻ വെക്കാം. സംഭവം ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊടണ്ട, എന്നാലും അങ്ങനെ ഉണങ്ങിയിട്ടില്ല. തൊടാണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. വെൽക്കം ടു ചാനൽ. നമ്മൾ അടിച്ചു കൊടുക്കും തന്നെ അടിച്ചു കൊടുക്കുമ്പോൾ എല്ലാം പോകുന്നുണ്ട്. ഫുള്ളടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് അത് ഫിനിഷിങ് കിട്ടും. ഞാൻ പിടിക്കാം. നീ പിടിക്കണ്ട. ഇപ്പോൾ ഞാൻ ഒന്ന് കണ്ണ് വെക്കിയത് ഈ പെയിൻ്റ് എടുത്ത് കളിക്കലാവണി. ഈ പെയിൻ്റ് എടുത്ത് കളിച്ച് ഇതിനെ പകുതി മുക്കാലും തീർത്തു. ജസ്റ്റ് ഒന്ന് കണ്ണ് വെറ്റിയാൽ മതി, അപ്പോഴത്തേക്ക് തുടങ്ങിക്കോളും. അപ്പോൾ ഗൈസ് നമ്മൾ മേലും കൂടി ഒന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൈമേലെല്ലാം ആയിട്ടുണ്ട്, ചെറുങ്ങനെ ആയിട്ടുള്ളൂ. ആന്ന് നമുക്കൊരു വിഷയമല്ല. അപ്പം നമ്മൾ അപ്പം നമ്മൾ ഇവിടെ അടിച്ചെടുക്കുന്നത് അത് നമുക്ക് ഉണക്കാൻ വെക്കണം. ഗൈസ് സംഭവം ഉണങ്ങിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. ഒരു കോട്ട് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുത്ത് ഒരു കോട്ട് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട്. അതായത് ചായ
താഴെ അടിക്കണ്ടേ? താഴെ അടിക്കാനായിട്ടില്ല, അങ്ങോട്ട് ചായാണ് താഴെ അടിക്കാനായിട്ടില്ല. ഒരു കോട്ടും കൂടി നമുക്ക് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം, എന്നാലേ നമുക്ക് കിട്ടും, അല്ലാണ്ട് എഴുത്തെല്ലാം കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോട്ടും കൂടി ഫുള്ളായിട്ട് അടിച്ചിട്ട് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് പൊട്ടത്തരം പറ്റുമോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഇതിൽ അധികം ഇത് ക്ലിയർ ആവുന്നില്ല. ചിലപ്പോൾ എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് മര്യാദയ്ക്ക് ആവുന്നില്ല. ഇത് നമ്മൾ എത്ര ഉണങ്ങിയാലും തൊടുമ്പോൾ പിന്നെയും പിന്നെ ആയിട്ട് അതിൻ്റെ മുകളിൽ അടിക്കുമ്പോൾ പിന്നെ അത് തീരെ വരുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എനിക്ക് ഫ്ലോപ്പ് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം, ലാസ്റ്റ് എന്താവും നോക്കാമല്ലോ നമുക്ക്. കുറച്ചും കൂടെ ഉണങ്ങാണ്ട് കുറച്ചും കൂടെ ഉണങ്ങട്ടെ ഉണങ്ങിയിട്ടാന്നില്ലേ ഗൈസ്. അപ്പോൾ നമ്മളെ സാധനം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അലകൂടെ സംഭവം ചെയ്താലോ. അപ്പം നമുക്ക് ബ്രഷ് ഒന്ന് കൈയിടണം. നമ്മളവിടെ വെള്ളമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കൊരു തുണി എടുത്ത് തരും. എടാ കിട്ടണപ്പോഴത്തെ ഗൈസ്, ഞാൻ ഒരു തുണി എടുത്തിട്ട് വേഗം വരാം. തുണി എടുക്കാൻ പോയിട്ടില്ലേ ഗൈസ്? ഞാൻ തുണി എടുത്തിട്ട് വന്നു ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ പൂട്ടാൻ നോക്കി. ഓ വീഡിയോ പറയാൻ നോക്കിയത്, അപ്പോഴത്തേക്ക് ഞാൻ വന്ന് ഇതില്ലെന്നാ ഗൈസ്. അപ്പം നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അന്നെടുക്കാൻ ഇതിൻ്റെ കുറച്ച് കളറൊന്നും ഇല്ല, ചോപ്പെല്ലാം തീർന്നു പോയോണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതാണ് നമുക്ക് ഉപകാരം ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല, ഗിഫ്റ്റ് കിട്ടുക ഉപകാരമായി. അപ്പം നമുക്ക് ചോപ്പെടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഫ്ലവർ പോലെയുള്ള ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്നറിയില്ല ഈ സാധനം. ഇവിടെ ഇങ്ങനെ ഞെക്കിയാൽ തുറക്കും ഗൈസ്. ഞെക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ ഗൈസ് ഇത് നോക്ക് ഗൈസ്. ഇടിത് കണ്ട ഗൈസ്, തുറന്നിട്ട് ഇടിത് നോക്ക് ഗൈസ്, അടിപൊളി. അപ്പം നമുക്ക് മഞ്ഞയും ചുവപ്പുമാണ് വേണ്ടത്. നമ്മൾ ഈ മഞ്ഞ എടുക്കണോ അതോ നമുക്ക് ഈ മഞ്ഞ എടുക്കണോ? നമുക്ക് ഈ മഞ്ഞ എടുക്കാം, ലൈറ്റ് മഞ്ഞ എടുക്കാം, ചുവപ്പ് എടുക്കാം. അപ്പം നമുക്ക് ഇനി ബഡ്സും കൂടി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ബഡ്സ് എടുത്ത് തരാം. കൈയിട്ട് വെള്ളത്തിൽ കലക്കല. നമ്മൾ ബഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ബഡ്സ് ആവശ്യമുണ്ട്. ഒന്നെടുക്കാം, ബാക്കി മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഒരു മഞ്ഞ കളർ എടുക്കാം. നമുക്ക് ഫസ്റ്റ് ഞാൻ ഉപയോഗിച്ച് തീരാനായി ഗൈസ്. ഞാൻ എൻ്റെ ഫാബ്രിക് പെയിൻറ്റിന് മാറിപ്പോയി, വെജിറ്റബിൾ പ്രിൻറ്റിന് ഞാൻ എടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരു കുത്തിട്ട് കൊടുക്കാം മഞ്ഞ വെച്ചിട്ട്. ഫ്ലോപ്പ് ആവുമോ എന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമല്ലോ. ഞാൻ എല്ലാവരും കുത്തിട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ കുത്തെല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കി. നമ്മൾ എല്ലാ ഭാഗത്തും 3 കുത്താക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. കുഞ്ഞു കുത്തെല്ലാം നമുക്ക് കുറച്ച് വലുതാക്കി എടുക്കണം. ഇതിനകത്ത് കുത്തിട്ട് കൊടുക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബ്രഷിൻ്റെ ബാക്കിനെ കൊണ്ടാണ് കുത്തിട്ട് കൊടുത്തത്. നമുക്കത് ജസ്റ്റ് ഒന്ന് കൈ കളയാലോ. തുണി വെച്ചിട്ട് നമുക്ക് തുടച്ചു. എൻ്റെ കൈമലെല്ലാം ആയിനി പെയിൻറ്, ബാക്കിലെല്ലാം ആയിനി. നല്ല വൃത്തിയുണ്ട്. അപ്പം നമുക്ക് ഇനി മെയിൻ പരിപാടി നമുക്ക് ബഡ്സ് കൊണ്ടാണ് ചെയ്യേണ്ടത്. സംഭവം ആവുന്നവരെ പിടിയില്ല. അപ്പം നമുക്ക് ബഡ്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുട്ടി കൊടുക്കാം. ഓ ഗൈസ് നോക്ക് ഗൈസ്.
നോക്കട്ടെ. ഒരുമാതിരി ജെല്ല് പോലെ കളിക്കണം. എന്തോ ഇങ്ങനെ നമ്മുടെ ചുവപ്പ് കൊളായോന്ന് ഡൗട്ടുണ്ട്. അങ്ങനെ പക്ഷെ നമ്മൾ വേറെ കളർ എടുക്കും. ആ ഒരുവിധം ഓക്കെ ആയി. നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ചുറ്റിനും ഇട്ട് കൊടുക്കണം. ഗൈസ് ഒരു പൂവ് നമ്മൾ സെറ്റാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ പൂവും നമുക്ക് ആക്കി വെക്കാം. ഗൈസ് നമ്മളെല്ലാം ഫിനിഷാക്കി. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം കഴിഞ്ഞാലാണ് ഞാൻ വേറൊരു സംഭവം ഓർത്തത്. നമ്മൾ അടിയിൽ പെയിൻ്റ് അടിച്ചില്ല. പക്ഷെ പിന്നെ ഓർത്തു അടിയിൽ പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അടിയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ കാണില്ല. ഇതിങ്ങനെ വെക്കുമ്പോൾ തിരിയില്ലല്ലോ. അതായത് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അടി കാണില്ലല്ലോ. നമ്മളല്ലേ ശ്രദ്ധിക്കും. നമ്മളെ സംഭവം ചെറുതായിട്ട് കൊളായി പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം ഒന്നല്ല വന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പരിപാടി വെച്ചാൽ ഇങ്ങനെ സംഭവം കാണിച്ചാൽ കളറ് സ്പ്രെഡായി പോകും. എന്തായാലും സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഈ പിടിച്ച സമയത്ത് ഈ മുകളിലത്തെ ഭാഗമൊക്കെ മഞ്ഞ കളറായിപ്പോയി. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വെള്ളയാക്കണം. പിന്നെ കുറച്ചും കൂടി മഞ്ഞ ഒന്ന് ലൈറ്റല്ല കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കൊടുക്കണം. അതും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് നമ്മളെ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ ചെറുതായിട്ട് വളായി പോയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടി കണ്ടു ഗൈസ്. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പൂവെല്ലിട്ട് ഒന്ന് സെറ്റാക്കി. എൻ്റെ കൈ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പം ഞാൻ വിചാരിച്ച സാധനമല്ല പക്ഷെ ആയത്. സംഭവം ചെറുതായിട്ട് കൊളായി പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ലാതില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ തേജ് പൂ പിടിച്ചിട്ടുണ്ട്. തേജ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.